ആത്മീയ അവബോധം എന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മജ്ഞാനം നേടുക എന്നുള്ളതാണെന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഇതാണ്: ആത്മജ്ഞാനം എന്ന് പറയുന്നത് നേടലല്ല ആത്മീയ അവബോധം. അത് മൂല്യവത്തായി മൂല്യത്തോടെ ജീവിക്കുന്ന ബോധാവസ്ഥയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: സ്പിരിച്വൽ അവയർനെസ് എമർജസ് ത്രൂ വാല്യൂ ഫിൽഡ് റിലേഷൻഷിപ്സ്. ആത്മീയ അവബോധം. ഒളിമ്പസ് ദർശനത്തിൽ ആത്മീയത ഒരു വേറിട്ട സത്തയല്ല, ഒന്നിൽ ലീനമായ ജീവന്റെ സവിശേഷ സ്വഭാവമാണ്. ജീവന്റെ ധർമ്മം മറ്റുള്ളവരുമായി പാരസ്പര്യത്തിൽ ഏർപ്പെടുക എന്നതാണ്. ആ ഇടപെടൽ മൂല്യപൂർണവും ഏകതയും വളർച്ചയും സൃഷ്ടിക്കുന്നതാകുമ്പോൾ ആത്മീയ അവബോധം വിരിയുന്നു. ആത്മജ്ഞാനമല്ല, മൂല്യത്തോടെ ജീവിക്കുന്ന ബോധാവസ്ഥയാണ് ആത്മീയ അവബോധം. ഇതാണ് ഇന്നത്തെ പ്രമേയം. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സാമാന്യീകൃത ആത്മീയത എന്ന പരമ്പരയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു പോകുന്നത് ആത്മീയ അവബോധം എന്ന ആ ഒരു ആശയത്തെ കുറിച്ചാണ്. ആത്മീയ അവബോധം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആത്മീയതയിലായിരിക്കണം, ആത്മീയ ബോധ്യത്തിലായിരിക്കണം, ആ അവബോധത്തിലായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വസ്തുതയുടെ ആവശ്യകത എന്താ വെച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവനോടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പ്രകൃതിയോടും മനുഷ്യരോടും ജീവിതത്തോടും ആഴത്തിലുള്ള ബന്ധം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണല്ലോ നമുക്ക് പലതരം ഡിഫിക്കൽട്ടീസ് വരുന്നത്. അതുകൊണ്ടാണല്ലോ പലതരം ക്രൈസിസുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്, അല്ലെ? അപ്പോ പ്രകൃതിയുമായിട്ടും ചുറ്റുപാടുള്ള മനുഷ്യരായിട്ടും ജീവജാലങ്ങളുമായിട്ടും നമ്മുടെ ജീവിതത്തോട് തന്നെയും സിൻക്രണൈസ്ഡ് ആയിട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഉത്തരമാണ് ആത്മീയ അവബോധം ഇല്ലാത്തത് എന്നുള്ളത്. ആത്മീയതയുടെ വശം നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തി മൂല്യത്തോടു കൂടി ജീവിക്കുമ്പോൾ, മൂല്യവത്തായി ജീവിക്കുമ്പോൾ അയാൾ ആത്മീയനാണ് എന്ന് പറയും. അത് ആധ്യാത്മികമല്ല എന്ന് മനസ്സിലാക്കണം. ആധ്യാത്മിക പാഠമല്ല ഈ പറയുന്നത്. ആത്മീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ലിവിങ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ, അയാളുടെ കേവല ശരീരത്തിനും അപ്പുറത്ത് ഒരു സവിശേഷ ഭാവം, മൂല്യവത്തായ ഭാവം ഉണ്ടെങ്കിൽ അയാൾ ആത്മീയനാണെന്ന് പറയാം. അപ്പോ ഒളിമ്പസ് ഇത് പറയുമ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡന്റ് പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആത്മീയത എന്ന് പറയുന്നതിനെ ഒളിമ്പസ് പറയുന്ന രീതി എന്താ വെച്ചാൽ ഒന്നിൽ ലീനമായ സവിശേഷമായ സ്വഭാവം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സത്തയിൽ എംബഡ് ചെയ്തിരിക്കുന്ന ഇൻട്രൻസിക് ആയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ നേച്ചർ, അത് യുണീക് നേച്ചർ, അതിൽ മാത്രമുള്ളത്, മറ്റൊന്നിലില്ലാത്തത്. മറ്റൊന്നിൽ ഇതുണ്ടാവില്ല, വേറൊന്നായിരിക്കും, ഇതുപോലെ ആയിരിക്കും, ഒരു പക്ഷെ സിമിലർ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഈ ദ്വൈതം എന്ന രീതിയിൽ നമ്മൾ രണ്ടായി മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനും അപ്പുറത്തുള്ള ആ ഒരു അനുഭവമാണ്. അതായത് നമ്മുടെ ആ സവിശേഷ സ്വഭാവവും നമ്മളും ഒന്ന് തന്നെ, നമ്മളെ നമ്മളാക്കുന്ന, നമ്മുടെ ധർമ്മത്തിലേക്ക് ആക്കുന്ന ആ ഒന്ന്. അവിടെ ശരീരവും മനസ്സും നിയോഗവും ഒന്നും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവിടെ നമുക്ക് മനസ്സിലാകുന്ന ആ യുണീക്നെസ്, അനന്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയും, ഈ അനന്യത മറ്റൊന്നില് ഇതുപോലെ തന്നെ കാണുന്നു. അതാ പറഞ്ഞു, വേറൊന്നില് ഇതുപോലെ ഒന്ന് കാണുന്നു, സമമിതി, സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇത് രണ്ടും ഒരുമിച്ച് കാണുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. എന്നിൽ ഒന്ന് കാണുന്നു, മറ്റൊന്നിൽ സമാനമായതൊന്ന് കാണുന്നു. ഇതിനെയാണ് നമ്മൾ ആത്മം എന്ന് പറയുന്നത്. അത് ഈ ആത്മീയം എന്ന് പറയുന്ന ഈ ഒരവസ്ഥ സ്വയം സംഘടിതമായിട്ടുള്ള ജീവന്റെ പ്രകടനമാണ്. ആരാണ് ഈ ആത്മീയതയെ പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞത്. ജീവന്റെ സ്വഭാവം എന്നാണ്, സ്വയം സംഘാടകത്വമാണ്. അതായത് ജീവൻ എന്ന് വെച്ചാൽ സ്വയം സംഘാടനം, സെൽഫ് ഓർഗനൈസേഷൻ ആണ്. ആ സെൽഫ് ഓർഗനൈസേഷൻ നടത്തുന്ന ജീവൻ ഉണ്ടല്ലോ, ജീവന്റെ പ്രകടനമാണ് ഈ ആത്മീയം എന്നുള്ള രീതിയിൽ കാണുന്നത്. ജീവനുള്ള ഒരു വസ്തുവിൽ ആ സവിശേഷത ഉണർന്ന് കാണും. ആ ഉണർന്ന് കാണുന്ന സവിശേഷതയെയാണ് നമ്മൾ ആത്മം അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ പറയുന്നത്. അപ്പോ ജീവൻ എന്താണ് എന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ സ്വയം സംഘാടകത്വമാണെന്ന് പറഞ്ഞല്ലോ, അത് സ്വയം സംഘടിപ്പിക്കുമ്പോൾ അത് എങ്ങനെ സംഘടിപ്പിക്കണം, എന്തിനു വേണ്ടി സംഘടിപ്പിക്കണം, എത്ര സംഘടിപ്പിക്കണം, ഏതുവരെ സംഘടിപ്പിക്കണം, എപ്പോൾ സംഘടിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതിനെ നിർവചിക്കുന്ന ഒരു ബുദ്ധി എവിടെയുണ്ട്. ആ ബുദ്ധിയാണ് നമ്മൾ പ്രജ്ഞ എന്ന് പറയുക. ജീവന്റെ ബുദ്ധിയാണ് പ്രജ്ഞ എന്ന് പറയുക.
ഈ പ്രജ്ഞയുടെ അനുഭവം ആകത്ത സാന്നിധ്യമാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. പ്രജ്ഞ, അതായത് എപ്പോൾ, എവിടെ, എന്ത്, എങ്ങനെയെന്നുള്ള സ്പേഷ്യോ ടെമ്പറൽസ്, സ്ഥലകാല രൂപഭാവഭാവങ്ങളെ കുറിച്ചുള്ള അളവുകൾ. ഈ അളവുകളെ കുറിച്ച്, അളവ് എത്രയാണെന്ന് അറിയുന്ന, അത് അനുഭവിക്കുന്ന, അതിന്റെ ബുദ്ധി തീരുമാനിക്കുന്ന, അതിന്റെ പ്രകടമായ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ഈ ജീവൻ എന്ന് പറയുന്നത്. അത് നമ്മള് ഈ പ്രാണനുണ്ടല്ലോ, ഇവിടെ ശ്വാസോച്ഛ്വാസം നടന്നു പോകുന്നില്ലേ, പ്രാണൻ ഇത് വെളിവാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രജ്ഞ എന്നുള്ളത് വഴി എന്റെ ശരീരത്തിലൂടെ ആ സ്വയം പ്രവർത്തന സംവിധാനം നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് പ്രാണൻ, ശ്വാസോച്ഛ്വാസം നമ്മൾ കാണിക്കുന്നത്. മറ്റൊന്നാണ് ആത്മം എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് വെച്ചാൽ സവിശേഷ ഭാവം. സന്തോഷ ഒളിമ്പസിനെ പോലെ സന്തോഷ ഒളിമ്പസിനെ സംസാരിക്കാൻ കഴിയുള്ളൂ. സന്തോഷ ഒളിമ്പസിനെ പോലെ സന്തോഷ ഒളിമ്പസിന് മാത്രമേ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒക്കെ കഴിയുള്ളൂ. അതുപോലെയല്ല വർഗീസ് മാത്യുവിന് പറ്റുന്നത്, അതുപോലെ ആബിദ് ഫർഹാന് പറ്റുന്നത്. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ആ അനന്യതയാണ് നമ്മുടെ ആത്മം എന്ന് പറയുന്നത്. അതിലെ മൂല്യമാണ്, ആ അനന്യതയിലുള്ള മൂല്യമാണ് നമ്മളെ ആത്മമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് വെളിയിലുള്ള ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് അല്ലെ, ആ ജീവൻ എന്നുള്ള ഒരു അവസ്ഥയുടെ ഈ സവിശേഷ ഭാവം വെളിയിലുള്ള ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അനുഭവവേദ്യമായ ഒരു സാന്നിധ്യമാണത് ആ ജീവൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ബുദ്ധിക്ക്, ഞാൻ പ്രജ്ഞ എന്ന് പറഞ്ഞപ്പോ ജീവന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞു. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒന്നാണ് ഈ പറയുന്ന പ്രജ്ഞ എന്ന് പറയുന്നത്. അത് സത്യത്തിൽ നമ്മൾ അതിനെ ബോധം എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ജീവന്റെ ബുദ്ധിയെ നമ്മൾ ബോധം എന്നാണ് മനസ്സിലാക്കുക അല്ലെ, ശരീരത്തിന്റെ ബോധം എന്നാണ് മനസ്സിലാക്കുക. ഈ ജീവന്റെ അടിസ്ഥാന ധർമ്മം എന്താണ്? സ്വയം സംഘാടകത്വം നടത്തുന്ന, അത് അടിസ്ഥാന പ്രവർത്തനമാണെങ്കിൽ ഇതിന് ധർമ്മം എന്തിനു വേണ്ടിയാണ് ഈ ജീവൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? നമ്മൾ ആദ്യമേ സംസാരിച്ചിരുന്നു. ജീവന്റെ ഒരു അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് അത് സൗഖ്യത്തിലായിരിക്കുക, നിരന്തരമായ സൗഖ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സൗഖ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ആ സൗഖ്യം നഷ്ടമാകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ വീണ്ടും അടുത്ത സൗഖ്യ തലത്തിലേക്ക് നീങ്ങുന്നു. അതായത് ആനന്ദത്തിൽ നിന്നും ആനന്ദത്തിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ബോധത്തിന്റെ ഒരു ആവശ്യം. ഇവിടെ ജീവന്റെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് ഈ ബോധത്തിൽ നിന്നും അല്ലെങ്കിൽ ആനന്ദത്തിൽ നിന്നും ആനന്ദത്തിലേക്കുള്ള ആ യാത്രയിലൂടെ മറ്റുള്ളവയുമായിട്ട് ചേർന്ന് ഇഴുകി നിൽക്കുക എന്നുള്ളതാണ്. പാരസ്പര്യത്തിലാകാനുള്ള സ്വാഭാവിക പ്രവണത. പാരസ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എൻറ്റിറ്റി ആണെങ്കിൽ, എന്റെ വശത്തൊരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഞാനും ആ എൻറ്റിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഉപരി വ്യവസ്ഥയെ രൂപീകരിക്കുന്നത്. എന്റെ അവയവങ്ങൾ രണ്ടെണ്ണം ചേർന്നിട്ടാണ് എന്റെ ശരീരത്തെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവ രണ്ടും ചേർന്ന് കൊണ്ടുള്ള ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ ആദ്യത്തെ ജീവന്റെ അടിസ്ഥാനപരമായ ധർമ്മം വെച്ചാൽ ഇവ തമ്മിൽ അനുരൂപനത്തിലായിരിക്കുക, പാരസ്പര്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതര സത്തകളുമായിട്ടുള്ള ഇടപെടൽ എന്നുള്ളത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെ, ഇടപെടണം. അപ്പോ ആ ഇടപെടലിന്റെ വ്യാകരണത്തെയാണ് നമ്മൾ ബന്ധം എന്ന് പറയാം. ഇടപെടുന്ന രീതി അല്ലെ ഇടപെടൽ എന്നുള്ള പ്രക്രിയ, അതിനെയാണ് ബന്ധം എന്ന് പറയാം. ഈ ബന്ധങ്ങളിലൂടെയാണ് ജീവൻ പലപ്പോഴും പ്രകടമാകുന്നത്. ജീവനുണ്ട്. ഇപ്പൊ ശ്വാസോച്ഛ്വാസം നടക്കുന്നു എന്ന് പറഞ്ഞു, ഞാനൊരു സവിശേഷ ഭാവത്തിലാകുന്നു എന്ന് പറയുന്നു. ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ ഞാനും എന്റെ പരിസരവും തമ്മിൽ ഇടപെടലാവാണ്. ആ ഇടപെടലിലൂടെയാണ് എന്റെ ജീവൻ ഇവിടെ പ്രകടമായത്. അതുപോലെ തന്നെ ഞാൻ എന്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുമായിട്ട് ഇങ്ങനെ ഇടപെടുന്നു എന്ന് കാണുമ്പോൾ ആ ഇടപെടലിലൂടെയാണ് എന്റെ ആത്മത്തെ വെളിവാക്കുന്നത്, ജീവൻ വെളിവാക്കുന്നത്. അപ്പോ ഞാൻ മറ്റുള്ളവയുമായിട്ട് ചേർന്നിരിക്കാനുള്ള ആ എന്റെ സ്വഭാവമുണ്ടല്ലോ, അതാണ് ജീവന്റെ തെളിവ്. എന്റെ ഉള്ളിൽ ജീവനുണ്ട് എന്നുള്ളതിന്റെ തെളിവ്. ഈ ഇടപെടലിന്റെ യഥാർത്ഥ അർത്ഥമുണ്ടല്ലോ, ആ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോ സാധാരണ രീതിയിൽ ഞാൻ എന്നുള്ള സത്ത എന്റെ പരിസരത്ത് നിലനിൽക്കുന്ന സമയത്ത് പരിസരത്തു നിന്നും വേണ്ടുന്നത് എടുത്ത് പരിസര ഘടകങ്ങൾ എന്റെ ശരീരമാക്കി, എന്റെ ശരീരമായിരുന്നു എന്നെ പരിസര ഘടകമാക്കി മാറ്റുന്ന ഒരു പ്രവാഹ വിന്യാസം ശരീരത്തിലൂടെ നടക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ പ്രവാഹം നടത്തലും മാത്രമാണോ, അതായത് വിഭവ വിനിമയം മാത്രമാണോ ഇടപെടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. അതിനു പകരം അതായത് വിഭവ വിനിമയം എന്നുള്ള കാര്യത്തിൽ ഒതുങ്ങാത്തൊരു തരം ബന്ധമാണ് ഈ പറയുന്ന ഇടപെടൽ എന്ന് പറയുന്നത്. അത് അതായത് എന്റെ ശരീരത്തിലെ രണ്ട് അവയവങ്ങൾ പരസ്പരം ഇടപെട്ട് നിൽക്കുമ്പോഴാണ് എന്റെ ശരീരം നിലനിൽക്കുക. അത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എന്റെ ശരീരത്തിന്റെ പ്രവർത്തനം നടക്കുക. അപ്പൊ എന്റെ കൈയും കാലും
ഇപ്പൊ കാലിന്റെ കാര്യം എടുക്കുക. ഒരു കാല് മുമ്പോട്ട് പോയി മറ്റേ കാല് പുറകോട്ട് പോകുമ്പോഴാണ് നടക്കം എന്നുള്ള ഒരു പ്രവർത്തനം നടക്കുക, ഏകതാനമായ ചലനം ഉണ്ടാകുന്നത്. ആ ഏകതാനമായ ചലനത്തിന്റെ സൃഷ്ടി ഈ ഇടപെടലിലൂടെ ഉണ്ടാവുക. രണ്ടെണ്ണം തമ്മിലുള്ള സിൻക്രണൈസേഷനിലാണ് ഉണ്ടാവുക, കോർഡിനേഷനിലാണ് ഉണ്ടാവുക. ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ആ പ്രവാഹമുണ്ടല്ലോ, പരിസരം എന്നിലൂടെ കടന്ന് വെളിയിലേക്ക് പോകുന്ന പ്രവാഹമുണ്ടല്ലോ, ആ പ്രവാഹത്തിലൂടെ, അല്ലെങ്കിൽ എന്റെ ശരീരത്തെ പരിസരത്തുകൂടെ കടത്തിക്കൊണ്ടുപോകുന്ന പ്രവാഹത്തിലൂടെ അത് നടക്കുക. ആ നടക്കലിൽ ഞാൻ എന്റെ ചുറ്റുപാടും എന്തെല്ലാം വരുന്നോ, ഞാനിപ്പോ ഒരു ചുവട് വെക്കുന്നു, മണ്ണിൽ ചവിട്ടുന്നു, പിന്നെ ഒരു ചുവട് വെക്കുന്നു, കല്ലിൽ ചവിട്ടുന്നു, പിന്നെ ഒരു ചുവട് വെക്കുന്നു, ഇലയിൽ ചവിട്ടുന്നു. ഇങ്ങനെ എന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് മറ്റുള്ളവയുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒഴുക്കിനെ നിലനിർത്തുന്ന, സഹകരിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതാണ് ജീവനെ സമ്പന്നമാക്കുന്നത്. ജീവനെ സമ്പന്നമാക്കുന്ന പാരസ്പര്യം. നമ്മൾ ഓരോ ചുവടിലും, ഓരോ ശ്വാസത്തിലും, ഓരോ ചലനത്തിലും നമ്മുടെ പരിസരത്തുള്ള ഘടകങ്ങളുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഇടപെടലിലായിരിക്കുന്നു. ആ ഇടപെടലിന്റെ വ്യാകരണം, ആ ഇടപെടൽ എന്നുള്ള ആ ഒരു പ്രക്രിയ, അതില് സവിശേഷത വരുന്നുണ്ടോ? ഞാൻ വെറുതെ ഇടപെടുകയാണോ ചെയ്യുന്നത്? ഞാൻ വെറുതെ ഒരു ചുവട് വെക്കുന്നു. ആ ചുവട് വെക്കുമ്പോ ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ തറയിൽ കൂടെ പടപടാന്ന് നടക്കില്ല. നമ്മൾ പതുക്കെ ഇങ്ങനെ പൂച്ച കാലുവെക്കുന്നത് വലിച്ചാണ് പോവുക. അപ്പോ നമ്മൾ ഇടപെടൽ നടക്കുന്നു, നിലവുമായിട്ട് ഇടപെടൽ നടക്കുമ്പോൾ അവിടെയും നമ്മൾ സവിശേഷത നൽകും. അവിടെ ബന്ധത്തിന് അർത്ഥം നൽകുന്ന ഒരു സമീപനമാണല്ലോ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ എടുക്കുകയാണെങ്കിൽ വളരെ വേദനിക്കാതെ എടുക്കുന്നു, നോവിക്കാതെ നുള്ളുന്നു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. ബന്ധങ്ങൾക്ക് അർത്ഥം നൽകുന്ന ഒരു സമീപനം. അതാകുമ്പോഴാണ് പരസ്പരം വളർച്ചയ്ക്ക്, പരസ്പരമുള്ള നിലനിൽപ്പിന് ഒരു പ്രചോദനമാവുക. ഈ എന്താ പറയാ, ഒന്നിനെയും ബുദ്ധിമുട്ടിക്കാതെ മൂല്യത്തോടു കൂടിയുള്ള ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അവിടെ ഏകത എന്ന് പറയുന്നത്, എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്, ഇവയെല്ലാം പരസ്പരം എവിടെയെല്ലാം ചേരേണ്ടതുണ്ടോ അവിടെയെല്ലാം ചേർന്ന് സമന്വയിപ്പിക്കുന്ന ഒരവസ്ഥ, ഇതിനെ വളർത്തുന്നത് ഈ മൂല്യത്തോടു കൂടിയുള്ള ഇടപെടലാണ്. അവിടെയാണ് ജീവന്റെ ധർമ്മത്തെ പ്രകടമാക്കുന്നത്, അത് മൂല്യത്തോടുകൂടി പ്രകടമാക്കുന്നത്. അതായത് ഞാൻ എന്റെ പരിസരവുമായിട്ട് ഇടപെടുന്നതിന് ഒരു ശുഭകരമായ വ്യാകരണം വേണം. ആ ശുഭകരമായിട്ടുള്ള വ്യാകരണമാണ് ഈ മൂല്യം എന്ന് പറയുന്നത്. ഈ മൂല്യം എവിടെയാണുള്ളത്? ഇയാളുടെ ആത്മത്തിലാണ് കിടക്കുന്നത്. ഇയാളുടെ ആത്മത്തിന്റെ വ്യാകരണമാണ് ആ മൂല്യമായിട്ട് തെളിയുന്നത്. ഇയാളുടെ അകത്ത് എന്താണോ അതാണ് മൂല്യമായിട്ട് തെളിയുന്നത്. ഈ മൂല്യപരമായ ഇടപെടലിന്റെ ബോധത്തെ, അതായത് ഞാൻ എന്റെ പരിസരവുമായിട്ട് ഇടപെടുന്ന സമയത്ത്, അത് പരിസ്ഥിതി ആയിക്കോട്ടെ, മറ്റു വ്യക്തികളായിട്ടോ മറ്റു ജീവികളായിക്കോട്ടെ, ആ ഇടപെടലിന്, ആ മൂല്യപൂർണമായിട്ട് ഇടപെടലുണ്ടല്ലോ, ആ ഇടപെടൽ നടത്തുന്ന ബോധം, ഞാൻ ഇടപെടൽ നടത്തുന്ന സമയത്ത് ഞാൻ നോവാതെ വേണം ഇത് ചെയ്യാൻ എന്ന് പറയുന്ന ബോധം. ഇപ്പോ പശുവന്മാര് ചട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടിയിലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ ഇടപെടൽ മൂല്യപൂർണമായ ഇടപെടലാണ്. അതായത് ആ ഒരു ചലനത്തിന് വിലയുണ്ട്, ചലനത്തിന് പ്രാധാന്യമുണ്ട് എന്നത് അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആ മൂല്യപൂർണമായ ഇടപെടലിന് ഒരു ബോധമുണ്ട്. അതായത് ഞാൻ അതുമായി ബന്ധപ്പെടുന്ന സമയത്ത് അതിന്റെ ധർമ്മത്തെ ഞാൻ വെറുതെ പാലിക്കുകയല്ല ചെയ്തത്, ഞാൻ അതിനകത്ത് ആ ബന്ധത്തിലെ ധർമ്മത്തെ ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അത് ബോധമുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു ഡെഡ് എലമെന്റിനെ അങ്ങനെ നോവിക്കാതെ ഉള്ളിക്കാതെ എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. ആ ഒരു അവയർനെസ് ഉണ്ട്. ഞാൻ അതിനെ ആദരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പൊ കളിമണ്ണാണെങ്കിൽ കളിമണ്ണിനെ ആദരിക്കുന്ന ഒരവസ്ഥ, ഒരു കുഞ്ഞിനെ ആണെങ്കിൽ കുഞ്ഞിനെ ആദരിക്കുന്ന ഒരു ജീവിയാണെങ്കിൽ അതിനെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരവസ്ഥയുണ്ട്. അതുമായി ചേർന്നിരിക്കുന്ന ആ സഹജീവനത്തെ ശരിക്കും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സെനിക്കുണ്ട്. ഈ ബോധത്തെയാണ്, ഈ സമീപനത്തെയാണ്, ഈ ജീവിക്കലിനെയാണ് നമ്മൾ ആത്മീയ അവബോധം എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്നത് ഒരു സവിശേഷ സത്തയാണെന്നുള്ളത് സ്വയം അറിയുന്ന, ആ സവിശേഷത കൊണ്ട് ഞാൻ മറ്റുള്ളവയോട് ഇടപെടുന്ന സമയത്ത്, ഇടപെട്ടുകൊണ്ട് എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല, ഇടപെടുന്ന സമയത്ത് അതിനോട് ആ ഇടപെടലിൽ എപ്പോഴും അതിൻ്റെതായിട്ടുള്ള ആ ഒരു സൂക്ഷ്മത പുലർത്താനുള്ള, അതിനോടുള്ള നീതി പുലർത്താനുള്ള ആ ഒരു തിരിച്ചറിവ്, ഞാൻ എന്റെ പരിസരത്തോട് ഇടപെടുന്ന സമയത്ത് അവിടെ മൂല്യങ്ങൾ സൂക്ഷിക്കാനുള്ള അവബോധം, ആ അവബോധത്തെയാണ് ആത്മീയ അവബോധം എന്ന് പറയുക. അത് പലപ്പോഴും ആത്മജ്ഞാനവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയാറുണ്ട്.
ഇത് ആത്മജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ഞാൻ എന്താണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ്, എന്റെ പരിസരം എന്താണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ്, ഇവയെ തിരിച്ചറിയാനുള്ള ഒരു വഴി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല ആത്മീയബോധം എന്ന് ഞാനിവിടെ പറഞ്ഞു. ആത്മീയബോധം ഉള്ളവന് ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ എന്നുള്ള സത്യമാണ്. പക്ഷെ ആത്മജ്ഞാനത്തിന് തുല്യമല്ല ഇത്. ഇത് അറിവായി നിലനിൽക്കുന്ന അവസ്ഥയാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതാണ് ഇന്നതാണ് സംഭവിക്കുന്നത്, ആ പുറത്തുള്ളത് ഇതാണ്, അതിനോട് ഞാൻ ഇടപെടുന്നത് ഈ വിധമാണ്, ഞാൻ ഈ സമയത്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവായി നിലനിൽക്കുന്നു. ആ അറിവായി നിലനിൽക്കുന്ന ബോധമാണ്. ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് കളിമണ്ണിൽ അല്ലെങ്കിൽ ഞാനൊരു കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ അതിന്റെ കഴുത്തൊന്ന് കാഞ്ഞുപോയി എന്ന് പറയുന്നത് ആ അനുഭവങ്ങളെ തിരിച്ചറിയുന്ന ഒരു ബോധമാണ്. ജീവിതത്തെ ജാഗ്രതയോടെ കാണുന്ന ഒരവസ്ഥയാണ് ഈ ആത്മീയ അവബോധം എന്ന് പറയുന്നത്. ജീവിതം ജാഗ്രതയിലായിരിക്കും, വർത്തമാനത്തിലായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ. ആ സമയത്ത് നമ്മുടെ മുഴുവൻ ഇടപെടലുകളിലും ഈ ഒരു സൂക്ഷ്മത പുലർത്താറുണ്ട്. ആ സൂക്ഷ്മതയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്, ആ ബോധത്തിലാണ്, അതിലുള്ള ജീവിക്കലാണ് ആത്മീയ അവബോധം എന്ന് പറയുന്നത്. ഒളിമ്പസ് പറയുന്നതനുസരിച്ച് ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘടിതമായിട്ടുള്ള ക്രമമാണ്. ബന്ധം എന്നുള്ളത് ജീവന്റെ സ്വാഭാവികമായ ഭാഷയാണ്. ആ ബന്ധങ്ങൾ നിലനിർത്താനുള്ള പാരസ്പര്യമുണ്ടല്ലോ, ആ പാരസ്പര്യത്തിന്റെ ഗുണനിലവാരമാണ് മൂല്യം എന്ന് പറയുന്നത്. ആ മൂല്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്, ആ ഗുണനിലവാരം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അതായത് ആത്മീയത എന്ന് പറയുന്നത് ഉണ്ടെങ്കിലാണ് ഈ മൂല്യങ്ങൾ ഉണ്ടാവുക. അപ്പോ ആത്മീയത എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഗുണമേന്മ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഏകതയിലായിരിക്കുന്ന സമയത്ത് ആ ആത്മീയാവബോധവും ആത്മീയതയും മൂല്യങ്ങളും പ്രവർത്തനവും പാരസ്പര്യവും എല്ലാം ഏകധാരയിലായിരിക്കുന്ന സമയത്ത് ആ ഏകതയിൽ വിരിയുന്ന ജീവിതമാണ്, ആ ഏകതയിൽ വിരിയുന്ന ബോധമാണ് ആത്മീയ അവബോധം എന്ന് പറയുന്നത്. അപ്പോ ജീവനിൽ നിന്നും ബന്ധത്തിലേക്ക്, ബന്ധത്തിൽ നിന്നും പാരസ്പര്യത്തിലേക്ക്, പാരസ്പര്യത്തിൽ നിന്നും മൂല്യത്തിലേക്ക്. നമ്മൾ കോഗ്നിറ്റീവ് സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇതിന്റെ പ്രാക്ടീസിനെ കുറിച്ചാണ്. പാരസ്പര്യത്തിൽ നിന്നും മൂല്യത്തിലേക്ക്, മൂല്യത്തിൽ നിന്നും ആത്മാവബോധത്തിലേക്ക്, ആത്മീയാവബോധത്തിലേക്ക്, ആത്മീയാവബോധത്തിൽ നിന്നാണ് നമ്മൾ സഹജീവിതത്തിലേക്ക് ചെല്ലുക. അപ്പോ പ്രകൃതിയിൽ നമ്മൾ സ്വാഭാവികമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ മൂല്യം ഉണ്ടാവണം, ആത്മീയ അവബോധം ഉണ്ടാവണം. ഇതില്ലാതെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യാന്ത്രികമായി തീരും. അതാണ് ആധുനിക കാലത്ത് കൺസ്യൂമറിസ്റ്റിക് ലിവിംഗിൽ ഉണ്ടാകുന്നത്. നമ്മളൊരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ആത്മീയ അവബോധം നമ്മിൽ ഉണർന്നിരിക്കണം എന്ന് നാം ശാഠ്യം പിടിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. ആത്മീയ അവബോധമുള്ള വ്യക്തികൾക്കാണ് ആത്മീയമായ നിലനിൽപ്പ് ഉണർത്താൻ കഴിയുക. പ്രകൃതിയുടെ സർവസഹജമായിട്ടുള്ള സ്വയം നിർദ്ധാരണ സംവിധാനത്തെ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇതിനെയെല്ലാം താളപ്പിഴകളില്ലാതെ ഏകതാനതയിലാക്കി നിർത്താൻ കഴിയുക. ഇതിനെ സുന്ദരമായി നിലനിർത്താൻ കഴിയുക, സമാധാനപൂർണമായി നിലനിർത്താൻ കഴിയുക. അതിനുവേണ്ടിയായിരിക്കണം ഈ ആത്മീയ അവബോധം നമ്മിൽ ഉണ്ടാകേണ്ടത്, ഉണരേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സാമാന്യീകൃത ആത്മീയതയുടെ ഈ അധ്യായത്തെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്തെല്ലാമാണ് ഈ നമ്മൾ പറയുന്ന ആ സാമാന്യീകൃത ആത്മീയത സൂചിപ്പിക്കുന്ന മൂല്യങ്ങൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.